ഇസ്രായേല്യർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തു. ഇത് അഗ്നിസർപ്പങ്ങളുടെ ഒരു ബാധയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചു. അത് പലരെയും കൊന്നു. അവർ മാനസാന്തരപ്പെടുകയും കരുണയ്ക്കായി നിലവിളിക്കുകയും ചെയ്തപ്പോൾ ദൈവം മോശയോടൊരു വെങ്കല സർപ്പത്തെ ഉണ്ടാക്കി ഒരു സ്തംഭത്തിൽ ഉയർത്താൻ നിർദ്ദേശിച്ചു. വിശ്വാസത്തോടെ സർപ്പത്തെ നോക്കിയ ഏതൊരാളും സുഖം പ്രാപിക്കുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേല്യർ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം അവർക്ക് സുഖം പ്രാപിക്കാനുള്ള ഒരു വഴി നൽകി. ഇതവന്റെ കരുണയെയും രക്ഷിക്കാനുള്ള സന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. യേശു തന്നെ വെങ്കല സർപ്പത്തോട് നേരിട്ട് താരതമ്യം ചെയ്തു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തണം. അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും. വെങ്കല സർപ്പം പാപത്തിന്റെയും ന്യായവിധിയുടെയും പ്രതീകമായിരുന്നു. എന്നാൽ ഉയർത്തപ്പെട്ടപ്പോൾ അത് രോഗശാന്തിയുടെ ഉറവിടമായി മാറി. പാപമില്ലാത്തവനായിരുന്നിട്ടും യേശു ലോകത്തിന്റെ പാപം സ്വയം ഏറ്റെടുത്തു. നമ്മുടെ രക്ഷയ്ക്കായി കുരിശിൽ ഉയർത്തപ്പെട്ടു. ഇസ്രായേൽ ജനതയ്ക്ക് സൗഖ്യം പ്രാപിക്കാൻ വെങ്കല സർപ്പത്തെ നോക്കേണ്ടി വന്നതുപോലെ നിത്യജീവൻ ലഭിക്കാൻ നാം വിശ്വാസത്തോടെ യേശുവിലേക്ക് നോക്കണം. വെങ്കല സർപ്പം ഒരു താൽക്കാലിക പരിഹാരമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ പാപത്തിനുള്ള നിത്യമായ രോഗശാന്തിയാണ്. നാം അവനിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി മാത്രമല്ല, നിത്യജീവൻ ലഭിക്കും.